ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും പഴം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമല്ല ഈ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് ഒരു റൗണ്ടിലുള്ള മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോർഷനും ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. പാല് ചേർക്കുന്നില്ലെങ്കിൽ ഒരു മുട്ടയും കൂടെ എടുത്താൽ മതി കേട്ടോ. പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എന്നിട്ട് നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസും കൂടെ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വശം ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡും പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്